ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് നമ്മുടെ അനിമോള് കപ്പടിച്ചിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? സന്തോഷമല്ലേ? പിന്നെ എനിക്കറിയാവുന്ന ആളായതുകൊണ്ടും പിന്നെ ഇഷ്ടമുള്ള ആളായതുകൊണ്ടും അവർ എനിക്ക് ഷാനവാസ്, അനീഷ്, അനിമോൾ ഇവർ 3 പേരും ഫൈനൽ 5-ലെത്തിയും ഇവർ 3 പേരും എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. അവർ ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷം തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായത് ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു? എനിക്ക് വലിയ ഹാപ്പി ഒന്നുമില്ല. കാരണം ആദ്യത്തെ ആഴ്ച ഔട്ടായപ്പോൾ ഞാനങ്ങനെ നല്ല പരിപാടിയാണെന്ന് പറയും. ഔട്ടാവൽ ഭയങ്കര അൺഫെയർ ആണെന്നാണ് മറ്റേ പുറത്ത് നമ്മൾ കണ്ടിരുന്ന പ്രേക്ഷകരിൽ പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരുന്നത്. സാറിന് മാത്രമല്ല, ഇപ്പം ഉണ്ടായ ആരിൻ്റെ എവിക്ഷൻ പോലും ഭയങ്കര അൺഫെയർ ആണ്. അല്ല, എപ്പോഴും ഞാനത് എവിക്റ്റ് ആയതിനു ശേഷം ഞാൻ പുറത്തിറങ്ങിയ ചില ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നന്നായി ജനത്തിന് നല്ല സന്ദേശം കൊടുക്കുക എന്നുള്ളതല്ല, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാന ആഗ്രഹവും ആവശ്യവും. അത് ഇതുപോലൊരു ഷോ തുടങ്ങുന്നതിന് 3 മാസം മുമ്പ് ചർച്ച ചെയ്യപ്പെടുകയും ഷോ കഴിഞ്ഞാലും പിന്നെ ഒരു 3 മാസം ചർച്ച ചെയ്യുകയും അപ്പോഴത്തേക്ക് അടുത്ത ടൈം ആകുകയൊക്കെ ചെയ്യുന്ന ഒരു ഷോ മലയാളത്തിൽ എന്നല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഇതുപോലുള്ള ചില നമ്മൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ആദ്യത്തെ ആഴ്ച ഏറ്റവും ഔട്ടാകുമെന്ന് വിചാരിച്ച ഒരാളിനെ ഔട്ടായാൽ അത് ചർച്ചയില്ല, അത് കറക്റ്റ് എന്ന് പറയും. അല്ലാത്ത ഒരാളിനെ കൊടുക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരാളിനെ ഔട്ടാക്കുമ്പോഴാണ് അത് ചർച്ചയാവുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ആളുകൾ ശ്രദ്ധിച്ചു പോകണം. ഇപ്പോൾ അനിമോള് ഒറ്റ വോട്ടുകളോടെ വിജയിച്ചെങ്കിൽ പോലും പലരും പറയുന്നത് PR-ൻ്റെ കഴിവുകൊണ്ട് മാത്രം, പൈസയുടെ ബലം കൊണ്ട് മാത്രം വിജയിച്ചതാണ്. അതുപോലെ തന്നെ ബിൻസിയും ശൈത്യയും കയറിയപ്പോഴത്തേക്ക് അനിമോളെ ഭയങ്കരമായിട്ടും ഒറ്റപ്പെടുത്തുകയും സംസാരങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ പേരിലും അനിമോൾക്ക് വോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ PR കൊണ്ട് മാത്രമാണോ ബിഗ് ബോസിൽ വിജയിക്കാൻ സാധിക്കുന്നത്? ഈ PR കൊണ്ടാണെങ്കിൽ നമ്മുടെ മന്ത്രിസഭയിൽ ഇലക്ഷൻ ജയിക്കുന്നവരുമൊക്കെ PR കൊണ്ടല്ലേ ജയിക്കുന്നത്. PR എന്ന് പറയുന്നത് ദോഷം പിടിച്ച കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. കാശുള്ളവർക്ക് ആ PR കൊടുക്കുകയും ആ സപ്പോർട്ട് വാങ്ങിക്കുകയും ചെയ്ത് വിജയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു എത്തിക്സൊക്കെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതൊരു സൈഡ്. രണ്ടാമത് പറഞ്ഞത് ബിൻസിയുടെയും അവരുടെയൊക്കെ കാര്യം, അവർ ശൈത്യമൊക്കെ വന്നിട്ട് അവർക്ക് നേരത്തെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതിന് മുമ്പ് ഔട്ടായി പോയതിൻ്റെ ദേഷ്യം വീട്ടിൽ പ്ലാൻ ചെയ്ത് വന്നിട്ടൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അത് അവരുടെ മനസ്സിൻ്റെ ഒരു ഭാരം ഇറക്കി വെച്ചാണ്. ആ ഭാരം എല്ലാം കൂടെ വോട്ടായിട്ട് അനിമോൾക്ക് കയറി എന്നുള്ളതും അവർക്ക് കുറച്ച് നെഗറ്റീവ് വന്നു എന്നുള്ളതാണ് അതിനകത്ത് സംഭവിച്ചത്. അതായത് ഈ ശൈത്യ വിന്നറെ പ്രഖ്യാപിച്ച സമയത്ത് ശൈത്യയുടെ മുഖം ഭയങ്കരമായിട്ട് അനിമോളുടെ അത്ര ഫ്രണ്ടായിരുന്ന ഒരാളാണ്, പെട്ടെന്ന് മാറി. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വാല്യൂ ഉള്ളതായിരിക്കും സാറിന് എന്താ? അല്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് തിരിച്ചു ഈ സൗഹൃദമൊക്കെ പറിച്ചു കളയാനൊരു സെക്കൻഡ് പോലെ അതെന്താ ലൈഫ് ലോങ് നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എല്ലാ ബന്ധങ്ങളും പറിച്ചു കളയുന്ന സെക്കൻഡുകൾക്കുള്ളിൽ പറിച്ചു കളയും. ഒരു ചെറിയ കാരണം കൊണ്ട് അതുവരെ കെട്ടിപ്പിടിച്ച് കിടന്ന ഒരു പിറ്റേ ദിവസം മുതൽ ശത്രുക്കളാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. പിന്നെ ഇവർ പെൺകുട്ടികൾക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു ചെറിയ അവരുടെ ഒരു നേച്ചുറൽ ഉണ്ടല്ലോ, ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശത്രുതാ സ്വഭാവത്തിൽ പെരുമാറുക, മുഖത്ത് അത് കാണുക, അതൊക്കെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും. ഈ PR ഇല്ലാത്തതുകൊണ്ടാണോ അനീഷിന് PR ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല PR ഇല്ലെന്ന്. അനീഷ് ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അനീഷ് ആർമിയും നേവിയും എയർഫോഴ്സും എല്ലാം അവിടെ കിടപ്പുണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പിന്നെ ഇന്ത്യക്ക് വെളിയിൽ വല്ല ആർമി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ടെന്നേ. അതൊക്കെ ബിഗ് ബോസിൻ്റെ അവസാന ഘട്ടം വരുമ്പോൾ എല്ലാവരും കൂടി അനിമോളിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതൊരു പ്രവണതയായിരുന്നു ബിഗ് ബോസിനകത്ത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ്? അത് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തൊന്നും ആവാൻ സാധ്യതയില്ല. ശൈത്യക്ക് പേഴ്സണലി അനിമോളോട് പറയാനുണ്ട്, ബിൻസിക്കും അനിമോളോട് പറയാനുണ്ട്, അതിലേക്കും അതിനകത്ത് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാനും ആദ്യ സമയത്ത് വന്നപ്പോൾ ഞാൻ കളിയാക്കി. അത് അനിമോളിനെ മാത്രമല്ല PR-ൻ്റെ പേര് കളിയാക്കിയത്. പിന്നെ അനിമോളിന് PR-ൻ്റെ പേര് കളിയാക്കി, അനീഷിനെ വേറെ പല കാര്യങ്ങളിലും കളിയാക്കി, ഷാനവാസിനെ കളിയാക്കി, അക്ബറിനെ കളിയാക്കി. ഞാൻ ചെന്ന സമയത്ത് എല്ലാവരെയും കളിയാക്കി. അപ്പോൾ ഉടനെ എനിക്കെതിരെ ചില ആളുകൾ പ്രതികരിച്ചു. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും, കുറച്ച് കൂലി എഴുത്തുകാരായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ എല്ലാം സുഹൃത്തായി. ഞാൻ ഇറങ്ങുമ്പോൾ അനീഷിൻ്റെ സുഹൃത്തായി, അനിമോൾക്ക് എന്നോട് വലിയ സ്നേഹമായി. അപ്പോൾ ഇവർ 3 പേരിൽ ആര് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളൂ. ഈ അക്ബർ 5ാം സ്ഥാനത്തേക്ക് എത്തി. അക്ബറിന് വോട്ട് നല്ല രീതിയിൽ നിലനിന്ന ഒരു വ്യക്തി 5ാം സ്ഥാനത്തേക്ക് എത്തിയത് ഏഷ്യാനെറ്റിലും ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ആൾക്കാരെ അവർക്ക് സപ്പോർട്ട് ചെയ്യും, അവരുടെ കൂടെ നിൽക്കുന്നവരെ മാത്രം നിലനിർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സാർ. ഇതെപ്പോഴും സ്വന്തം താല്പര്യം എല്ലാ മേഖലയിലും എല്ലാവരും സംരക്ഷിക്കുമല്ലോ. നമുക്ക് പരിചയമുള്ള ഒരാളിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ 5 ക്യാമറയായിട്ട് ഇരിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ ഏറ്റവും അടുത്ത് നിർത്താൻ നിങ്ങൾ ശ്രമിക്കില്ലേ? അത് ഏത് മേഖലയാണ് സംഭവിക്കാത്തത്? അതുകൊണ്ട് താല്പര്യമുള്ളവരെ എവിടെ എല്ലായിടത്തും നിർത്തും. അതിന് അയാൾക്ക് നമ്മളെ താല്പര്യമില്ലാത്ത ഒരാൾ മാറി നിന്നിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്നോട് എനിക്ക് എൻ്റെ ക്രൂവിനോ അല്ലെങ്കിൽ എൻ്റെ പിന്നിലുള്ളവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എവിക്റ്റായി എന്ന് ഞാൻ പരാതി പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ
അനുമോളിനെ പേഴ്സണലി അറിയണ്ടല്ലോ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പേ. പിന്നെ അപ്പോൾ പുറത്തും ഇതേപോലെ തന്നെ ആയിരുന്നു അനുമോളുടെ സ്വഭാവം. അവിടെ ഞാൻ പക്ഷേ എനിക്കറിയാവുന്ന അനുമോളിന് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അവൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വന്നതിന് ശേഷമാണ് എല്ലാത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കിയത് ഇവരാണ്. എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും കുറച്ച് ഇമോഷൻസും ഉള്ള ഒരാളായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണറിയുന്ന ഒരു നേച്ചറാണ്. അതിപ്പോൾ പൊതുവേ ആക്ടേഴ്സ് എല്ലാം സെൻസിറ്റീവ് ആയിരിക്കും, ഓവർ സെൻസിറ്റീവ് ആയിരിക്കും. അത് ഇമോഷണലി എന്തായാലും ബിഗ് ബോസിലെ ആൾക്കാരും എന്തോ കപ്പെടുക്കാം അങ്ങനെയുണ്ടോ? എന്തോ ചിലപ്പോൾ ജിൻഡോ ആയാലും ഇതേപോലെ ഭയങ്കര ഇമോഷണലി ആയിരുന്നു. പ്രേക്ഷകരുടെ മുന്നിൽ ഭയങ്കര ഇതായി നിന്നിട്ട് ഈ കപ്പ് ആർക്കെടുക്കാം കൊടുക്കാമെന്നുള്ള അതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ പിന്നാമ്പുറ പ്രവർത്തകർക്കും ചെയ്യാൻ കഴിയും. കപ്പ് ആര് വാങ്ങിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതിന് അവർക്കും കുറേ കാര്യങ്ങൾ ഈ ഏത് റൂട്ടിലൂടെയൊക്കെ കൊണ്ടുപോകണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതും സഹായിക്കും. പിന്നെ പുറത്തുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സഹായം, പിന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ശരിയാകും. ഇതെല്ലാം കൂടെ ഒരവസ്ഥ ഉണ്ടാവണം. അതിനിപ്പോൾ ജിൻഡയാണെന്നോ അനുമോളാണെന്നോ അഖിൽമാരാറാണോ എന്നൊന്നുമില്ല. അതിൻ്റെ ഒരു പ്ലേ ഉണ്ട് അതിൻ്റെ പിന്നിൽ. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കൗതുകവും രഹസ്യ സ്വഭാവവും നമ്മൾ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന് ഒരു പ്രസക്തി കുറയും. ടിക്കറ്റ് ടു ഫിനാലയിൽ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഫസ്റ്റായിട്ട് ഒരു ടോപ്പ് 5 നൂറ് ഉണ്ടായിരുന്നില്ല. അതെനിക്കറിയാം. ഞാനും വിചാരിച്ചിരുന്നത് ഡയറക്റ്റ് ഫിനാലെ, ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞാൽ ഫിനാലയിൽ വരുമെന്നാണ്. പക്ഷേ ഫിനാലെ വീക്കിലേക്ക് വരുമെന്നാണ് പിന്നീട് കേട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെ ഇവർ സംഘാടക സമിതിക്ക് എന്ത് തീരുമാനങ്ങൾ മാറ്റാനുള്ള അവകാശമുണ്ടല്ലോ. അവരിതില്ലേ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് തീരുമാനങ്ങൾ മാറ്റാൻ. അതുപോലെയാണ് ടോപ്പ് 5 ഇരിക്കേണ്ട ഒരാളായിരുന്നില്ലേ നൂറ്. ടോപ്പ് 5 ഇരിക്കേണ്ട ആളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ. കാരണം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ടാസ്ക് വിജയിച്ച എല്ലാ ടാസ്കുകളും ഏറ്റവും പ്രധാനമായിട്ടും വിജയിച്ച ആര്യനാണ്. ആര്യൻ്റെ അത്രയും ടാസ്ക് വിജയിച്ചാലും ഈ സീസണിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോട് വലിയ ടാസ്കുകൾ വിജയിച്ചിട്ടുമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കോണ്ടൻറ്റുകൾ കൊടുക്കുകയും എപ്പോഴും ഈ ബിഗ് ബോസിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്ന ഒരാളെന്നുള്ള രീതിയിലും ഇത്രയധികം ആക്രമണം നേരിട്ട് അതിനെ അതിജീവിച്ച ഒരാളെന്നുള്ള രീതിയിലും അനുമോൾ തീർച്ചയായിട്ടും ഡിസർവിങ് ആണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ അനീഷ് ഡിസർവിങ് ആണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്തുള്ള ആളെന്നുള്ള രീതിയിൽ ഷാജിദ് നിവാസ് ഡിസർവിങ് ആണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. താങ്ക് യു.